അനധികൃത ക്വാറികളുടെ പ്രവർത്തനം മൂലം ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കഴിയുകയാണ് പാലക്കാട് മുതലമട പഞ്ചായത്തിലെ ആളുകൾ. 1977 ഉരുൾപൊട്ടൽ നടന്ന പ്രദേശമായ ഇവിടെ ചെറുതും വലുതുമായി 60ഓളം ക്വാറികളാണ് ഉള്ളത്. ഓടിയ കിടക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വന്നതൊന്നും നമുക്കറിയില്ല. ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളത്തിലാണ് കിടക്കണം. ഒരു 3/4 കിലോമീറ്റർ ഓളം കാണും. ഞങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അനുജൻ, എൻ്റെ അച്ഛൻ, അമ്മ, അങ്ങനെ 2 അളിയൻ്റെ കുടുംബത്തിൽ അളിയൻ്റെ മക്കൾ 2 ആൾ, അങ്ങനെ 6 ആൾ മരിച്ചു. 1977 ഉരുൾപൊട്ടലിൽ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ടതാണ് ചെടയന്. അന്ന് പറ്റിയ അപകടത്തിന് ശേഷം പിന്നീട് ജോലിക്ക് പോലും പോകാൻ സാധിച്ചിട്ടില്ല. ഇടുക്കുപ്പാറ കുന്നിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന പാറയും മണ്ണും ഈ പ്രദേശത്തെ കൃഷിയെ തന്നെ ഇല്ലാതെയാക്കി. ഏക്കർ കണക്കിന് സ്ഥലം ഉപയോഗശൂന്യമായി. ഇപ്പോൾ മാവ് കൃഷി ചെയ്യാനാണ് ഇടുക്കുപ്പാറക്കുന്ന് ഉപയോഗിക്കുന്നത്. മറ്റ് കൃഷികൾക്കൊന്നും ഈ സ്ഥലം ഉപയോഗിക്കാനാകില്ല. ഞങ്ങൾക്കന്ന് 16 ഏക്കർ ഭൂമി ഉണ്ടായി. അതിൽ 4-5 ഏക്കർ ഭൂമി പാറ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ കാടിൻ്റെ നേര് മേൽഭാഗത്തുള്ള തെന്മലയിൽ നിന്നാണ് ഉരുൾപൊട്ടിയത്. വെള്ളം വന്നു, മുഴുവനും പാറക്കഷ്ണമായി കല്ലായി കിടക്കുന്ന ഭൂമിയിൽ ഈ മാവ് കൃഷി ചെയ്തപ്പോഴാണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് മാവാണ്. ഈ മാവില്ലെങ്കിൽ ഇതിലൊന്നും കൃഷി ചെയ്യാൻ പറ്റാണ്ട് ഒന്നിനും കൊള്ളാതെ ഏതെങ്കിലും പണിക്ക് പോയി ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും. ഇന്നും മറ്റൊരു ഉരുൾപൊട്ടലിനെ ഭയക്കുന്നുണ്ട് മുതലമട ചപ്പക്കാട് പ്രദേശവാസികൾ. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ തന്നെയാണ് പ്രധാന കാരണം. 60ഓളം ചെറുതും വലുതുമായ ക്വാറികൾ മുതലമട പഞ്ചായത്തിലുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഭൂരിഭാഗവും നിയമാനുസൃതമല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ അനൗദ്യോഗിക കണക്ക് ഒരു 60ഓളം ചെറുതും വലുതുമായിട്ടുള്ള ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുതലമടയിൽ. അതിൽ ഏറ്റവും വലുതായിട്ട് അനധികൃത ക്വാറികൾ ഒരു 10ഓളം വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ചെറിയ ക്വാറികളായിട്ട് ഈ പ്രദേശത്ത് തന്നെ 20ഓളം ക്വാറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബി തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിന് കൂട്ടാണ്. ഇത്തരം ക്വാറികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ മറ്റൊരു ദുരന്തം മുതലമടയിലും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ ജനങ്ങൾ. ന്യൂസ് മലയാളം, പാലക്കാട്.